ഒരു വൈറ്റ് സ്ക്രീൻ വന്നോ എല്ലാവർക്കും? ഓക്കെ. അപ്പോ എക്സാമ്പിൾ 22 ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പൊ എക്സാമ്പിൾ 22ന്റെ ക്വസ്റ്റ്യൻ നമ്മുടെ വിനായക് ഒന്ന് വായിച്ചാട്ടെ. Express the matrix B equal 2, -2, -4, -1, 3, 4, 1, -2, -3 as the sum of a symmetric and skew-symmetric matrix. എന്താണ് വിനായക ചോദ്യത്തിന്റെ അർത്ഥം? ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ ഒരു സ്ക്യൂ സിമെട്രിക്കും മെട്രിക്സും സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാം. നമുക്ക് ഒരു ക്വസ്റ്റ്യനകത്ത് ഒരു സ്ക്വയർ മെട്രിക്സ് തന്നിട്ടുണ്ട്. നമ്മൾ അതിനെ ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും എന്തായിട്ട് എഴുതണം? സം ആയിട്ട് എഴുതണം. ഇത്രയും കാര്യം എല്ലാവർക്കും പിടി കിട്ടിയോ? ഓക്കെ. അപ്പോ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ആൻസറിന് വേണ്ടിയിട്ട് ആദ്യം ബി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതണം. ദെൻ അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇതിന്റെ ട്രാൻസ്പോസ് ആയ ബി ട്രാൻസ്പോസ് എഴുതുന്നു. ഐശ്വര്യ അനിൽകുമാർ ഉണ്ടോ ക്ലാസ്സില്? ഐശ്വര്യ. അപ്പൊ ഐശ്വര്യ ഇതിന്റെ ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാട്ടെ. 2 -1 1. ഒരു സെക്കൻഡ്. 2 -1 1 -2 3 -2 -4 4 -2. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ബി ട്രാൻസ്പോസ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബിയും ബി ഡാഷും കൂടി ആഡ് ചെയ്യണം. ബി പ്ലസ് ബി ഡാഷ്. അപ്പൊ മാവേലിക്കരയിലെ മഹേശ്വരി ഉണ്ടോ? മഹേശ്വരി സ്ക്രീനിൽ കാണുന്ന ബിയും ബി ഡാഷും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് പറയും. 2 into 4 -2 -1 -3 -4 1 -3 -1 plus -2 -3 പിന്നെ 3 plus 3 6 പിന്നെ 4ഉം -2ഉം 2 1 plus -4 -3 -2ഉം 4ഉം 2 -3 plus -3 -6. അപ്പൊ ഇതാണ് ബി പ്ലസ് ബി ഡാഷ്. ഇത് എഴുതിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ഡാഷ് കണ്ടുപിടിക്കണം. ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ഡാഷ് ഈക്വൽ ഹാഫ് ഇൻറ്റു ഓൾറെഡി നമുക്കിപ്പോൾ ബി പ്ലസ് ബി ഡാഷ് കിട്ടിയിട്ടുണ്ട്. അതങ്ങോട്ട് എഴുതുന്നു. 4 -3 -3 -3 6 2 -3 2 -6. വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഹാഫ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? മെട്രിക്സ് ദേവദത്ത് എന്ന് പറഞ്ഞാട്ടെ ഹാഫ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. ദേവദത്ത് ഹാഫ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പറഞ്ഞാട്ടെ. 4/2 -3/2 -3/2 -3/2 2 അല്ല 3 3 1 -3/2 1 -3. നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന ഉത്തരമായ ഈ മെട്രിക്സ് ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. എന്ത് മെട്രിക്സ് ആണ്?
ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ പകുതി ഭാഗം കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും ഒന്ന് വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. മനസ്സിലായി സർ. മനസ്സിലായി മനസ്സിലായി സാർ. മനസ്സിലായി സർ. മനസ്സിലായി സർ. മനസ്സിലായി സർ. മനസ്സിലായി സർ. മനസ്സിലായി സാർ. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിന്റെ അടുത്ത പാർട്ടിലേക്ക് പോകാമല്ലോ. നമുക്ക് ഇതിന്റെ അടുത്ത പാർട്ടിലേക്ക് പോകാമോ? പോകാം സാർ. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ടി ചെയ്യുന്നത്, ഞാൻ അടുത്ത പേജ് എടുക്കുകയാണ്. സെക്കൻഡ് പാർട്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറയുന്നത്, ഇപ്പൊ നമ്മൾ ആദ്യം ബിയും ബി പ്ലസും കൂടി ആഡ് ചെയ്തു. ഇതിന് പകരം നമ്മൾ ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോ ശ്രീഹരി ഉണ്ടോ ക്ലാസ്സില്? ശ്രീഹരിയുടെ ഇരിക്കുന്ന നോട്ടിനകത്തിൽ ബിയും ബി ഡാഷും ഉണ്ടല്ലോ അല്ലേ? അത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് പറഞ്ഞ ശ്രീഹരി. 0 0 -1 ഉം. -5 ഉം. 1 ഉം. 0 ഉം. 6 ഉം. 5 ഉം. -6 ഉം. 0. എങ്ങനെയാണ് ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ കുറയ്ക്കുന്നത്? ബിയും ബി ഡാഷൂടെ ശ്രീഹരി, ബിയും ബി ഡാഷൂടെ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യുന്ന കുറയ്ക്കുന്നേ? ബിയും ബി ഡാഷും കുറയ്ക്കുന്നത് എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്, കുറയ്ക്കുന്നതിന്റെ ഒരു ഐഡിയ? ഇപ്പൊ ബിയിലെ ബി മെട്രിക്സിലെ ഫസ്റ്റ് എലമെന്റ് 2 അല്ലേ? അപ്പൊ ബി ട്രാൻസ്പോസിലെ ഫസ്റ്റ് എലമെന്റ് 2. അപ്പൊ 2 - 2 0 കിട്ടും. അങ്ങനെ ഓരോരോ എലമെന്റ് കറസ്പോണ്ടിങ് എലമെന്റ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ശ്രീഹരി, നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇതിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഹാഫ് ഇൻറ്റു ബി മൈനസ് ബി ഡാഷ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ, ഈ എഴുതി വെച്ചിരിക്കുന്ന ബി മൈനസ് ബി ഡാഷ് കണ്ടോ നിങ്ങൾ? ഇതിലെ ഡയഗണൽ എലമെന്റിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ ഡയഗണൽ എലമെന്റ് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇത് നമ്മളൊരു നോട്ടായിട്ട് അല്പം മുമ്പേ പഠിച്ചായിരുന്നു. എന്തുവായിരുന്നു? തൊട്ട് മുമ്പേ തിയറി പഠിച്ചപ്പോൾ നോട്ടായിട്ട് പഠിച്ചു. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിലെ ഡയഗണൽ എലമെന്റ്സ് ഫ്ലോ ആയിരിക്കും. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിലെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കും? 0. അപ്പൊ ഹാഫ് ഇൻറ്റു മെട്രിക്സ് 0 -1 -5 1 0 6 5 -6 0. ഓക്കെ. സൽമാനെ, ഇതിനകത്തിലെ എല്ലാ എലമെന്റുകളെയും ഹാഫ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പറഞ്ഞു സൽമാനെ. മെട്രിക്സ് 0 -1/2 -5/2 1/2 0 3 5/2 -3 0. ഓക്കെ. ഇതാണ് ഹാഫ് ഇൻറ്റു ബി മൈനസ് ബി ഡാഷ്. ഇത് എന്ത് മെട്രിക്സ് ആയിരിക്കും? ഇത് എന്ത് മെട്രിക്സ് ആയിരിക്കും? സ്ക്യൂ മെട്രിക്സ്. സ്ക്യൂ മെട്രിക്സ് അല്ല, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഇത് എന്ത് മെട്രിക്സ് ആയിരിക്കും? എന്ത് മെട്രിക്സ് ആയിരിക്കും?
മിണ്ടുന്നില്ല. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഇത്രയും കാര്യം പിടി കിട്ടിയ എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ. എന്തുവായിരുന്നു നമ്മുടെ ചോദ്യം ഐശ്വര്യ താര? Sum of a symmetric and skew symmetric matrix ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിനെ ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും എന്തായിട്ട് എഴുതണം? സം ആയിട്ട് എഴുതണം. സമ്മായിട്ട് എഴുതണം. അപ്പൊ നമ്മള് അല്പം മുമ്പേ തിയറിക്കകത്ത് പഠിച്ചു നിർത്തിയായിരുന്നു. അത് എ വെച്ചാ എഴുതിയത്. അത് ബി വെച്ച് എഴുതിയാൽ എങ്ങനെ എഴുതും? ബി ഈക്വൽ ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ഡാഷ് പ്ലസ് ആ. ഹാഫ് ഇൻറ്റു ബി മൈനസ് ബി ട്രാൻസ്പോസ്. ഇപ്പൊ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് നമ്മൾ ഇതിന്റെ ഓരോന്നിന്റെയും വില പ്രത്യേകം കണ്ടുപിടിച്ചത്. ഇനി ഈ വില അങ്ങോട്ട് കൊടുത്താൽ മതിയല്ലോ അല്ലേ? പറഞ്ഞാട്ടെ. ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ബി എന്ന് പറയുന്ന മെട്രിക്സ് ഏതായിരുന്നു? 2 -2 -4 -1 3 4 -1 3 4 1 -2 -3 1 -2 -3 ഈക്വൽ ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ഡാഷിന്റെ വില ഒന്ന് വായിച്ച് ചെയ്യും. 2 മെട്രിക്സ് 2 -3/2 -3/2 അടുത്ത -3/2 3 1 -3/2 1 -3 പ്ലസ് ഹാഫ് ഇൻറ്റു ബി മൈനസ് ബി ഡാഷ് മെട്രിക്സ് 0 -1/2 1/2 1/2 -5/2 1/2 0 3 5/2 -3 0. അപ്പൊ ഐശ്വര്യ, എനിക്കൊരു സംശയം. ഈ ഉത്തരം ശരിയാണോ എന്ന് നമ്മൾ പരീക്ഷാ ഹാളിൽ ഇരുന്ന് എങ്ങനെ ഉറപ്പുവരുത്തും? റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത് പ്ലസ് ചെയ്ത് നോക്കിയാൽ മതിയോ? നോക്കിക്കേ, കറസ്പോണ്ടിങ് എലമെന്റ് ആഡ് ചെയ്ത് നോക്കിക്കേ. 2 ഉം 0 കൂടെ കൂട്ടിയാൽ 2 കിട്ടത്തില്ലേ? -3/2 -1/2 കൂടെ ആഡ് ചെയ്താൽ -4/2 കിട്ടും. അത് -2 ആണ്. -3/2 -5/2 കൂടെ ആഡ് ചെയ്താൽ -8/2 കിട്ടും. അത് -4 ആണ്. -3/2 1/2 കൂടെ ആഡ് ചെയ്യുമ്പോൾ -2/2 കിട്ടും. അത് -1 ആണ്. 3 ഉം 0 കൂടെ ആഡ് ചെയ്താൽ 3 കിട്ടും. 1 ഉം 3 കൂടെ ആഡ് ചെയ്താൽ 4 കിട്ടും. -3/2 5/2 കൂടെ ആഡ് ചെയ്താൽ +2/2 കിട്ടും. അതാണ് 1. 1 ഉം -3 കൂടെ ആഡ് ചെയ്താൽ -2 കിട്ടും. -3 ഉം 0 കൂടെ ആഡ് ചെയ്താൽ -3 കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? അപ്പൊ ഇതാണ് പരീക്ഷയ്ക്ക് മിക്കപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം. നിങ്ങൾക്ക് ഒരു സ്ക്വയർ മെട്രിക്സ് തരുന്നു. നിങ്ങൾ അതിനെ ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും എന്തായിട്ട് എഴുതണം? എന്തായിട്ട് എഴുതണം? സമ്മായിട്ട് എഴുതണം. ഈ പറഞ്ഞ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായോ? വായിച്ചു നോക്കുക. ആദ്യം മുതൽ മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക.